ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫ്രണ്ട് എന്നൊന്നില്ല, നമ്മളൊന്നല്ല ഗൈസ്, ഇവൻ ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സത്യം ആദ്യമായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോകുന്നു. സത്യം ഞങ്ങള് കോഴിക്കോട് നിന്ന് വരണ്ടെന്ന് പറഞ്ഞ ഗൈസ്, എന്റെ കൂടെ വരുന്നത് ഞാൻ ഈ ഡേറ്റിംഗ് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. കാണുന്ന ആഗ്രഹം ഉണ്ടായിട്ടല്ല നീയും. അതെ, സത്യം. കാരണം ഇവന്റെ പോലെ ഒരു വ്യക്തിക്ക് പെണ്ണ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ സത്യം ഡേറ്റ് ചെയ്യാൻ പോണവന്റെ കോലാട്ടാ. ഇത് ITL ആൾക്കാരിടുന്ന ഷൂ അല്ലേ, റോഡ് പഠിക്കാതെ. തന്റെ എന്തുവാ ശരിക്കും അത് റോഡ് പഠിക്കാരുടെ ഷൂ. ഇത് ചെൽസി ബൂട്ടാ. ഇത് റോഡ് പണിക്കാർ മറ്റേ ഇത് ശരിക്കും ഇത് ചെൽസി ബൂട്ടാണോ അല്ലേ? നിങ്ങൾ കമന്റ് നോക്കട്ടെ, ഫാഷൻ സ്റ്റൈൽ അറിയണവരുണ്ട് നോക്കട്ടെ. ഗൈസ് രണ്ട് പേരിനൊക്കെ കൊണ്ടതേ ആൾക്കേ ഇതിനിട്ടിട്ട് ബഗ്ഗില്ലെങ്കിലോ വിചാരിച്ചിട്ട് ആള് രണ്ട് പേരിയുടെ എടുത്ത് പിടിച്ചേക്കാ. ആ കൊച്ചിന് ഇപ്പുറത്തായില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് രണ്ട് പേര് എടുത്ത് പിടിച്ചേക്കണ്. ഞാൻ പറയണെങ്കിൽ എന്തിട്ട് ചെയ്യണ്ടെന്ന് കേട്ടോ. ഇവർ രണ്ട് പേരെയും കൊണ്ടുപോട്ടെ അവളെ കാണാൻ പോകുമ്പോ. എന്നിട്ട് അവളോട് തന്നെ ചോദിക്കാം, ഇതിൽ ഏതാ രസം, ഞാൻ ബാത്റൂമിൽ പോയി മാറിയിട്ട് വരാം, കുട്ടിക്ക് ഏതാ ഇഷ്ടം ചോദിച്ചാ പോരെ. അല്ലെ വേറെ ഐഡിയ ഉണ്ട്. നമ്മള് ആദ്യം ഇവൻ പറഞ്ഞു മാളിലാണ് അവള് ഇരിക്കണം, അപ്പൊ അവിടെ പോയി മീറ്റ് ചെയ്യണം, കോഫി കുടിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന പറഞ്ഞു. കോഫി കുടിക്കുമ്പോ ചോപ്പിയും ഫുഡ് കഴിക്കുമ്പോ ബ്രൗൺ കൊടുത്തേ. അത് വെറൈറ്റി ആയിരിക്കും. എടാ ബ്രൗണാ നല്ലത്, സീരിയസ് ആയിട്ട് പറഞ്ഞ ബ്രൗൺ കേട്ടോ. ബ്രൗണാ. എടാ ഞാൻ തമാശ പറഞ്ഞേ, ബ്രൗൺ അല്ലേ? അല്ലടാ ബ്രൗണാ നല്ലത്, ശരിക്കും ബ്രൗണാ നല്ലത്. നിങ്ങൾ കമന്റ് ചെയ്യാം, രണ്ടോ ഇട്ട് കാണിക്കാൻ. ഹൈലൈറ്റ് മാളുടെ പാർക്കിങ്ങിലാണ് നമ്മള്. അപ്പൊ ഇനി നേരെ മുകളിലെ കൊച്ചിണ്ടെന്നല്ലേ പറഞ്ഞ ഇതിലെ. അപ്പൊ അവള് വന്നിട്ടുണ്ട്, നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി ഗൈസ്. വിളിച്ചോണ്ട് പർപ്പിള് അവിടെയാണ്. ഇതാണ് തൃശ്ശൂർ ഹൈലൈറ്റ് മാള്. തൃശ്ശൂർ ഹൈലൈറ്റ് മാളില് ഡേറ്റിങ്ങിന് വന്ന പൈതൽ കമ്മ്യൂണിസ്റ്റ് ചോപ്പിക്കിട്ടില്ലല്ലോ. സമരത്തിന് പോയി വരുന്ന എന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ അവിടെ ഡേറ്റിന്റെ അടി തന്നെ ഏതാണ്ട് അവന്റെ അപ്പന്റെ കട പോലെ പറയണേ. ആളിപ്പോ ഇത് കൊച്ചെവിടെയാന്ന് ചോദിച്ചോണ്ടിരിക്ക. അപ്പൊ നമുക്ക് എന്തായാലും പോയി കാണാം. അവളുടെ പേര് എന്തിനാ പറഞ്ഞ? ഐശ്വര്യ എന്ന പേര് പറഞ്ഞ. അപ്പൊ ശീതളല്ലേ? ശീതളല്ല, ഐശ്വര്യ എന്ന പേര് പറഞ്ഞ. അലൻസോളിയുടെ അവിടെ നിൽപ്പുണ്ട്, നമ്മളെപ്പോഴും ഉടുപ്പെടുക്കുന്ന സ്ഥലം. ആ പാന്റ് അലൻസോണിയുടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ പാന്റ് അത് ITL കണ്ണനിടുന്ന ഷൂ. അലൻസോളി പെടയാ മേലോട്ട് പോയി. അങ്ങനെ നമ്മള് കൊച്ചിനെ കണ്ടു. അവിടെ നിക്കണ്ടത്, അവിടെ വിളിച്ചിട്ടുണ്ടായില്ല വെറുതെ. സത്യം പേടിച്ചിട്ട് എനിക്ക് തോന്നണം അവള് ഫോം വിളിക്കുന്ന പോലെ അഭിനയിക്ക. പേടിച്ചിട്ട് ഇൻട്രോട്ട് കളിക്കുന്ന ഒറ്റ കേൾക്കാരോ പൈതൽ. ഞാനല്ല ശേഖാനുണ്ട്. നീ ഫസ്റ്റ് ഗൈസ്. അങ്ങനെ നമ്മള് ഇപ്പൊ ഇവിടെ കഫേയിൽ എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിന്റെ മുകളില്, കഫേ അല്ല ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മള് കുറച്ച് ഊക്കിട്ടിപ്പോ ദേഷ്യം കളിക്കുന്നു. ഇൻട്രോഡക്ഷൻ ചെയ്യട്ടെ ആള്. എടാ പേര് ശരിയാ. ചാലക്കുടി തന്നെയാണ് സ്ഥലം. സഫീദ്. I am from ആലപ്പുഴ. What are you doing? സുഗി ബോയ്. അതെന്താ ചോദിക്കല്ലേ? സുഗി ബോയ് ബിസിനസ്മാൻ. എന്താന്ന് പറയല്ലേ യൂട്യൂബറിന്. അതെ, 3K ഇൻസ്റ്റയിലുണ്ടല്ലോടാ 64K ഫോളോവേഴ്സ്. ഞാൻ വീഡിയോയില് പറയില്ല, അവൾക്ക് പേഴ്സണല് പറയാം. ഫുഡ് ഓർഡർ ചെയ്യാം, അവൾക്ക് വിശക്കണില്ലേ? എന്നിട്ട് ഓർഡർ ചെയ്യാം. നീ എന്ത് ഓർഡർ ചെയ്യുന്നത്? ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ. നീ എന്ത് വേണേലും ഓർഡർ ചെയ്തോ. സത്യം എന്താണോ ഓർഡർ ചെയ്തോ? കഞ്ചാവിന്റെ പോലെയുണ്ടല്ലോ അതിനെ കാണാൻ. കഞ്ചാവ് പോലീസുകാര് പറയില്ലേ നിന്നെ കാണാൻ കഞ്ചാവിന്റെ ലുക്ക് ഉണ്ടല്ലോ, അതേപോലെ അതിനെ കാണാൻ. കഞ്ചാവൊന്നുമല്ല ഞാൻ ഗൈസ്. പക്ഷെ പൈതല്ല ഒരു ദൂഷ്യമില്ല കേട്ടാ, ഉള്ള കാര്യം ഞാൻ പറയാം.
സംഭവിച്ചുണ്ടെന്ന് കറുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ചൂടഞ്ഞായ കുടിച്ചരാ. ദുശീലുണ്ട്. ഇവന്റെ ദുശീലറിയോ? അത് ഞാൻ പറയാ. ക്യൂരിയോസിറ്റി ഒന്നുമില്ല. ഞാൻ പ്രൂഫ് അടക്കം കാണിച്ചുതരാം. ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. അപ്പൊ ഗൈസ് നമ്മള് വന്നിട്ടുണ്ട്. ഒരു ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യാൻ പോവാണ്. നമ്മള് ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു വലിയൊരു ഓർഡർ ആയി പോയി. 100 രൂപയ്ക്ക് KFC 100 രൂപയ്ക്ക് ഉണ്ട് അവിടെ സാധനം. പുതിയ അറിവായിരിക്കും ഓഡിയൻസിന്. 100 രൂപയ്ക്ക് KFC എന്തോ കിട്ടും. അതപ്പോ ഇതിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും KFC കയറി കഴിക്കാട്ടോ. പേടിക്കണ്ട നിങ്ങള്. 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കയറാം KFC. അങ്ങനെ കൊറേ ഉണ്ടല്ലോ. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി തിന്നീർക്കാൻ പറ്റുമോ? നിങ്ങളെ വിളിച്ചില്ലല്ലോ, നിങ്ങൾ വന്നല്ലേ? ഞങ്ങള് വന്നിട്ടുണ്ട്. ഇതെന്നെ ഓർഡർ ചെയ്യാനല്ലേ? അയ്യോ ഇതെന്തിനു വലുതാ. പൊട്ടിക്കാൻ പറയാനുണ്ട്. വലിയ സാധനം കൊണ്ടുവച്ചേക്കല്ലേ പൊട്ടിക്കാൻ. അമ്മുട്ടെല്ലാം കൊണ്ടുവച്ചേക്കണ. കഴിച്ചോ. ആകെ 2 പേർക്ക് കഴിക്കാനുള്ളത് അവക്ക് മാത്രമേ ഉള്ളല്ലോ. അവള് കഴിച്ചോടാ. ഗൈസോ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. പൈതല് പറഞ്ഞു നമുക്ക് കഫേന്ന് ഫുഡ് മേടിച്ചു തരാണ്. ഹൈലൈറ്റ് മാളില് വേണ്ട, ഇവിടെ ഭയങ്കര കാശല്ല, പാടമല്ല, നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമുണ്ട്. പൈതലേതോ കഫേ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അപ്പൊ നമ്മളെയും കൊണ്ട് അങ്ങോട്ട് പോവാ. ഗൈസ് അങ്ങനെ നമ്മള് അടുത്ത റെയിൻ കഫേ, തൃശ്ശൂരിലെ അടിപൊളി റെയിൻ കഫേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് പൈതല് കൊണ്ടുവന്നത് നമ്മൾ ഇങ്ങടാ. ഇത് കൊള്ളാം പൈതല്. എനിക്ക് വരാറുള്ള അതെ ഓർഡർ എടുക്കാൻ. അപ്പൊ നമുക്ക് റെയിൻ കഫേയില് നല്ല ആംബിയൻസ് ഉള്ള ആംബിയൻസ് ഉള്ള അങ്ങനെ റെയിൻ കഫേയില് ഒരു കിടില ആംബിയൻസിൽ ഞങ്ങൾ വന്നിരുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ റെയിനൊക്കെ പെയ്യുന്ന പറഞ്ഞ മഴ പെയ്യുന്നില്ലല്ലോ പൈതലേ. എന്താന്ന് എനിക്ക് അറിയത്തില്ല. നീ റെയിൻ കഫേയില് കൊണ്ടുവന്ന് എന്തിനാ പിന്നെ ആംബിയൻസ് കാണിക്കാന്ന് പറഞ്ഞല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. മേളിൽ കയറി മൂത്രമൊഴിക്കുന്നത് ചിലപ്പോ. നാണല്ലാത്തവനാ. പൈതല് നമുക്ക് 1000 സാധനങ്ങള് ബില്ലടിച്ചോ. 1225. പീച്ചക്കാരൻ പട്ടി. പൈതലിനെ ഇങ്ങനെ ഡേറ്റിന്റെ വരുന്ന ശ്രദ്ധിക്കുക. പൈതൽ എന്നിട്ടാ എച്ചി കണക്ക് പറയും. എച്ചി കണക്കല്ലേ ഇപ്പൊ പറഞ്ഞേ? സത്യസത്തായിട്ട് പറയാം അല്ലേ? അപ്പൊ അത് ഇപ്പൊ കഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോ അങ്ങനെയാടാ. പാവം ഇത്രക്ക് എഫേർട്ട് എടുത്ത് കാണും പൈതല് പാട്ടൊക്കെ പറക്കി അപ്പൊ അതുകൊണ്ടാ. സോ ഗൈസ് എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഗൈസ് പൈതല് റിച്ച് ഇത്ര സാധനം കൊണ്ടുവന്നേക്കണ്. ഓ പൈസ നമുക്കൊരു പ്രശ്നമല്ലെന്ന് അറിയാലോ. ആണോ? അന്ന് കുറച്ചും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ആളവിടെ 1200 കറിയുടെ ഇത് കൊള്ളാം. അപ്പൊ ഇതൊക്കെ ഇനി ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മള് ചെയ്യുന്നേ ഇഷ്ടായത്. ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതെന്താ ഒറ്റക്ക് വന്നിരുന്ന ഇത്ര ചെലവില്ലായിരുന്നു. ഞങ്ങൾ ഭയങ്കര കമ്പനി. ഭയങ്കര കമ്പനി ആയിട്ടാ. ഇതല്ല കരഞ്ഞോണ്ടിരിക്കും കിട്ടി. ഞങ്ങൾ ഭയങ്കര കമ്പനി ആയി. ഇതവ കഴിക്കാം. ഇവരിപ്പോ ഡേറ്റിന് വന്നേക്കുന്നതാണല്ലോ. ഇവര് മുഖം നോക്കി വെറുതെ ഇരിക്കാന്നല്ല, സംസാരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു കലാപരമായ കഴിവ് കാണാൻ അവർക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ഇംപ്രസ് ചെയ്യാൻ നോക്കണം പൈതൽ ഗൈസ്. അതായത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ പൈതലിനെ ഇംപ്രസ് ചെയ്യാൻ ആയിട്ട് പൈതലിന്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ കാണിച്ചു കൊടുക്കാണ്. അവള് ചോദിച്ചു നിനക്ക് കഴിവൊന്നുമില്ല തെണ്ടി എന്ന് ചോദിച്ചു. കലാപരമായിട്ടുള്ള കഴിവുള്ള കലാപരമായിട്ടൊരു കഴിവില്ല. എന്തെങ്കിലും ഒരു പാട്ട് പാടി. പാട്ടെന്ന് പാടാൻ എനിക്ക് പാട്ടിഷ്ടല്ലേ? പാട്ടിഷ്ടല്ലേ? ആടാ ഞാൻ പാട്ടൂടെ പാടാം. കലാപരമായിട്ട് പിന്നെ എന്തിനാ ഡാൻസ് അവിടെ നിന്ന് കളിക്കാൻ. പാട്ട് ഞാൻ പാടാം. കോപ്പറേറ്റ് കിട്ടണ്ട. അല്ല പിള്ളേർ അവൻ പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. അല്ല എന്തിട്ട് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല? ഇവനെ അഭിനയിക്കാൻ അറിയാം. അവനെ അഭിനയിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്കറിയത്തില്ല. നീ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ അവൻ അഭിനയിക്കാൻ അത്തിട്ടും. നീ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ഇരിക്കുന്നു. ഇത് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് ഇപ്പം വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യട്ടെ. അതെങ്ങനെയുണ്ടാവും? ഓക്കെ ഗൈസ്, അതായത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കണേ. ഇവള് ബസ് സ്റ്റോപ്പിൽ ഇവിടെ ഇരിക്കണേ. ഇവിടെ സീറ്റ് ഒക്കെ ഇട്ട്. അപ്പൊ ഈ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ഇരിക്കണേ. സോ ഇവൻ ബുള്ളറ്റിൽ വന്നിട്ട് ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നു. അത് അഭിനയിക്കണം. പൂവാ ഫോർക്ക് കൊടുത്ത പൂവായിട്ട് കാണിക്കും. ബുള്ളറ്റില് നീ അല്ല പറഞ്ഞേ ഉള്ളിലാണ്ട് ഡാൻസ് കളിക്കാൻ എനിക്കൊന്ന് റീച്ച് കിട്ടിയാൽ മതി. അത് പറഞ്ഞു
അത് റീച്ച് കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ ഉണ്ണിക്കണ്ണനൊക്കെ വയറിട്ടാട്ടൊന്ന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവര് വയറില്ലല്ലോ ഇഷ്ടാട്ടാൻ. അപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്യ്. നോക്കണേ ബുള്ളറ്റ് അങ്ങനെ അങ്ങനെ പറ്റില്ല. നമ്മള് വന്ന് ബുള്ളറ്റ് വന്ന് ഇവിടെ എടാ ബുള്ളറ്റ് ഒന്ന് ചെയ്യ് പറയുന്നേ. അവിടുന്ന് ബുള്ളറ്റിൽ വന്നേ, ബുള്ളറ്റിൽ തന്നെ വന്നോളൂ. ഇങ്ങനെ നടന്നു വരരുത്. ബുള്ളറ്റിലും അതേ കാമുക അല്ല പ്രപ്പോസ് ചെയ്യേണ്ട ആള് ഇവിടെ ഇരിക്കാ. വാ ഇനി ബുള്ളറ്റ് സ്റ്റാൻഡ് ഇട്ട് നിന്റെ അപ്പൻ ഇറങ്ങോ? ബുള്ളറ്റ് ബൈക്ക് വന്ന് ഇറങ്ങാണ്. നേരത്തെ കഴിച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഇരുന്ന് എങ്ങനെ എടുത്തു എങ്ങനെ എടുത്തടിക്കുന്നത്? അയ്യോ ബുള്ളറ്റ് മാമ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യടാ, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അവളെങ്ങനെ ഇംപ്രസ് ആക്കും? ഇംപ്രസ് ആയില്ല, അതല്ലേ ഇംപ്രസ് ആയില്ലല്ലോ. ഇത് ചെയ്യാൻ പറ്റും. അവൻ പൈതൽ ഇതിനിങ്ങനെ ഒരവസ്ഥ. ഇതിന്റെ ഫസ്റ്റ് ഡേറ്റിംഗ് ഫ്ലോപ്പ് നടത്താം. ഫ്ലോപ്പായി, കാശ് പോയി. അയ്യോ ഈ വർഷം പോയെന്റെ നിന്റെ ഏത് വർഷം പോവാത്ത. നമ്മള് ഫുഡ് കഴിച്ച ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചൊക്കെ ഇറങ്ങി ഹാപ്പി അല്ലേ പൈതലെ? ഹാപ്പി ഹാപ്പി. കാർ പാർക്കിംഗ് പോവല്ലേ തിരിച്ചിനി? തിരിച്ചു പോലെ എങ്ങനെ ഉണ്ടായിരുന്നു പൈതലെ ഡേറ്റിംഗ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അയ്യോ 2026 ഏറ്റവും വെറുത്ത ദിവസം അല്ലേ? സത്യം. ഇവള് കാരണല്ലട്ടാ, ഞങ്ങള് കാരണം. ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ്? നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു ഡേ? എങ്ങനെയാണ്? നമ്മള് ഫസ്റ്റ് അല്ലേ കാണുന്നത്? നമ്മളൊക്കെ ഫസ്റ്റ് കാണുന്നത്. നല്ല കമ്പനി. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അത്ര അടിപൊളിയായിരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.